നമസ്കാരം, ന്യൂസ് ക്യാനിലേക്ക് ഏവർക്കും സ്വാഗതം. മഹ്മൂദ് ഈസ എന്ന മുഴുത്ത ഭീകരൻ 1928 ഈജിപ്തിൽ രൂപീകരിച്ച ഇസ്ലാമിക ഭീകര സംഘടനയുടെ കൊലയാളി ഭാഗമെന്ന ലേബലിലൂടെയാണ് ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്ലാമിക ഭീകരതയുടെ മുഖ്യധാരയിലേക്ക് എത്തിയത്. ഭൂപരപ്പിൽ ഒരിക്കലും ഒരു രാജ്യമെന്ന നിലയിൽ നിലനിന്നിട്ടില്ലാത്ത പാലസ്തീനിലെ ഗാസ പ്രവർത്തന തട്ടകമാക്കി മാറ്റിക്കൊണ്ടാണ് അവർ ഇസ്രായേലിനെ മെക്കിട്ട് കയറാൻ തുടങ്ങിയത്. ആരെയും കൂസാതെ സ്വന്തം കാര്യം നോക്കി തന്റേടമായി ജീവിച്ച ഇസ്രായേൽ പലരുടെയും ഉറക്കിളപ്പിന് കാരണക്കാരായി മാറിയിട്ടുള്ളതിനാൽ ഹമാസിന്റെ ഇസ്രായേൽ ആക്രമണങ്ങളെ പശ്ചിമേഷ്യയിലെ മറ്റ് മുസ്ലിം രാജ്യങ്ങളെല്ലാം കയ്യും കെട്ടി കണ്ടുനിന്നു. എണ്ണിയാലൊടുങ്ങാത്ത കാലത്തെ പ്രവാസത്തിനൊടുവിൽ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിയെത്തിയ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പ് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമായതിനാൽ ഹമാസിന്റെ മെക്കിട്ട് കയറ്റങ്ങളെ കൃത്യമായി തന്നെ അവർ കാലാകാലങ്ങളായി പ്രതിരോധിച്ചുകൊണ്ടിരുന്നു. തിരിച്ചടികളെ പൊലിപ്പിച്ചു കാട്ടാനും ഇല്ലാത്ത ബോംബുകൾ പൊട്ടിച്ചും നുണബോംബുകളാൽ മരണസംഖ്യ പെരുപ്പിച്ചു കാട്ടിയും തിരിച്ചടികളെ തുട്ടാക്കി മാറ്റാമെന്ന് തിരിച്ചറിഞ്ഞ ഹമാസ് പാലസ്തീന്റെ മോചനം എന്ന ടൈറ്റിൽ ഉപയോഗിച്ചും പാലസ്തീൻ വിമോചന പോരാളികൾ എന്ന ടാഗ് കെട്ടിയും ഗാസയെ കൊള്ളയുടെ കോളാക്കി നീങ്ങുകയായിരുന്നു. 2023 ഒക്ടോബർ 7 ഇസ്രായേലിലേക്ക് കയറി നടത്തിയ ആക്രമണവും ഒരു വലിയ മുതലെടുപ്പിനുള്ള സാഹചര്യമാക്കി ഹമാസ് കണക്ക് കൂട്ടിയെങ്കിലും അതൊരു അന്തിമ യുദ്ധത്തിന്റെ ഗംഭീര ധ്വനിയാണെന്നുറപ്പിച്ച് പടക്കളത്തിലേക്ക് ഇറങ്ങിയ ഇസ്രായേൽ ഹമാസ് എന്ന ദുഷ്ടശക്തിയെ ഒരറ്റത്ത് നിന്ന് പൊളിച്ചടുക്കി തുടങ്ങി. ഖത്തറിന്റെയും ഇറാന്റെയും ഒക്കെ സുരക്ഷിതത്വത്തിലിരുന്ന ഹമാസിനെ നിയന്ത്രിച്ച നേതാക്കന്മാരെല്ലാം ഘട്ടം ഘട്ടമായി പടമായി ഭിത്തിയിലും കേരളത്തിലെ ചില ഉത്സവ പ്രതിഷേധ പ്രകടനങ്ങളിലും കയറി. ഏറ്റവും ഒടുവിൽ മുഹമ്മദ് സിൻവാറിനെയും തീർത്ത് ഹമാസിന് യാത്രാമൊഴി നൽകാനുള്ള തിരക്കിലാണ് ഇപ്പോൾ ഇസ്രായേൽ. ഹമാസിന്റെ ഭീകര ശൃംഖല ഇല്ലാതാക്കുകയും ഗാസ സ്വതന്ത്രമാക്കുകയും ചെയ്താൽ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഗാസൻ ജനത തന്നെയായിരിക്കും. എന്നാൽ അവർ അങ്ങനെ സ്വസ്ഥത അനുഭവിച്ചാൽ അത് മുതലെടുപ്പിനുള്ള അവസരങ്ങൾ എന്നേക്കുമായി ഇല്ലാതായി പോകുമെന്നുള്ള തിരിച്ചറിവ് ഗാസയിൽ കിടന്ന് ചക്രശ്വാസം വലിക്കുന്ന ഹമാസന്മാർക്കും അവരുടെ ആഗോള കയ്യാളുകൾക്കും ഉണ്ടായതിനാൽ അവരെല്ലാം ചേർന്നൊരു അന്തിമ റൗണ്ട് തരം താണ കളിക്ക് കളത്തിലിറങ്ങിയിരിക്കുകയാണ്. അതിന്റെ ആദ്യ പടി എന്ന വണ്ണമാണ് ഗാസയിൽ ഭക്ഷണത്തിന് വരുന്ന കൂടപ്പിറപ്പുകളുടെ നെഞ്ചിലേക്ക് നിറയൊഴിച്ചതും ആ കുറ്റം ഇസ്രായേലിന്റെ തലയിലേക്ക് വെച്ച് കെട്ടാൻ ഒരുമ്പെട്ടതും. എന്നാൽ ആ നിഷ്ഠൂര കൃത്യത്തിന് കാഞ്ചി വലിച്ചത് ആരാണെന്ന സത്യം വെളിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ആ അജണ്ടയും പൊളിഞ്ഞടുക്കിപ്പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എല്ലാ അർത്ഥത്തിലും കാര്യങ്ങൾ ഫിനിഷിംഗ് ലൈനിൽ അടുത്തെത്തിയെന്ന് ബോധ്യമായ ഹമാസ് അതിന്റെ പുറകെ വലിയ തോതിൽ വംശഹത്യാ പ്രചരണങ്ങൾ കൊഴുപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയതോടെയാണ് അവർക്കൊപ്പം ഇസ്ലാമിസ്റ്റുകളും വോക്കിസ്റ്റുകളും കളത്തിലിറങ്ങിയത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻപ് പ്രസ്താവിച്ചതുപോലെ ഗാസയെ പശ്ചിമേഷ്യയിലെ ഒരു റിവേറിയ ആക്കി മാറ്റാനുള്ള നീക്കത്തിന്റെ ഭാഗമാണോ നെതന്യാഹുവിന്റെ ഈ നീക്കമെന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. അതിനായി വടക്കൻ ഗാസയിലുള്ള മുഴുവൻ ആളുകളെയും റാഫയിലേക്ക് മാറ്റുകയും വെടിനിർത്തൽ കരാറിനും ബന്ദി മോചനത്തിനും അപ്പുറത്ത് ഹമാസിനെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യും വരെ സൈനിക നടപടി തുടരുമെന്നുമാണ് നെതന്യാഹുവിന്റെ തീരുമാനം. തീവ്രവാദികൾ ഭൂമിക്കടിയിൽ നിർമ്മിച്ചിട്ടുള്ള തുരങ്ക ശൃംഖലകളെല്ലാം ബങ്കർ ബസ്റ്റർ ബോംബുകളും മിസൈലുകളും അയച്ച് തകർക്കുമെന്നും അവശേഷിക്കുന്ന ബന്ദികളെ എല്ലാം മോചിപ്പിക്കുമെന്നും കൃത്യമായി തന്നെ നെതന്യാഹു വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഹമാസ് ബന്ദികളാക്കി കൊണ്ടുപോയ 251 പേരിൽ അവസാനം പുറത്തു വന്ന ഈദൻ അലക്സാണ്ടർ അടക്കം 148 പേർ മാത്രമാണ് മോചിതരായത്. ഇനി തടവറയിൽ അവശേഷിക്കേണ്ടത് 102 പേരാണ്. എന്നാൽ അതിൽ ദൗർഭാഗ്യത്തിന്റെ ഇരകളായി മരിച്ചു വീണ 44 പേരെ ഒഴിവാക്കി ചിന്തിച്ചാൽ 58 പേർ ഹമാസിന്റെയോ അവരെ സഹായിക്കുന്ന ഏതെങ്കിലും ശക്തികളുടെയോ സങ്കേതങ്ങൾ ഉണ്ടാകാം. എന്നാൽ അവരിൽ വെറും 20 പേർ മാത്രമേ ഇനി ജീവനോടെ ഉള്ളൂ എന്ന തിരിച്ചറിവിലാണ് ഇസ്രായേൽ. അവശേഷിക്കുന്നവരെ സുരക്ഷിതമായി കൈമാറിയിട്ട് അന്തസ്സായി കീഴടങ്ങുക എന്നല്ലാതെ ഗാസയിൽ ഇനി ഭീകര ഭരണവുമായി മുമ്പോട്ട് പോകാമെന്ന് ഹമാസ് കരുതേണ്ടതില്ല. അത് തിരിച്ചറിഞ്ഞാകണം പുതിയ പ്രതിഷേധങ്ങളുമായി കേരളത്തിലെ ഹമാസ ഭക്തന്മാർ ഇറങ്ങിയിരിക്കുന്നത്.
പരസ്യമായി വലിയ മതേതര വായാടിത്തങ്ങൾ നടത്തിക്കൊണ്ട് ആഗോള തീവ്രവാദികൾക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് ജമായത്ത് ഇസ്ലാമികൾ. മാറുന്ന ലോകത്തിന്റെ ആശയ പ്രചാരണങ്ങളിൽ മാധ്യമങ്ങൾ നിർണായകമായ സ്വാധീനം ചെലുത്താനിടയുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ജമായത്ത് ഇസ്ലാമിയുടെ എല്ലാ മാധ്യമങ്ങളിലൂടെയും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതേ പ്രചരണ തന്ത്രമാണ്. അവരുടെ ഒരു വിങ് പ്രമുഖ മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും പ്രചാരണം കൊഴിപ്പിക്കുമ്പോൾ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ, സോളിഡാരിറ്റി തുടങ്ങിയ പോഷക സംഘടനകളെ കൊണ്ട് അവർ പരസ്യമായ തെരുവിലും പ്രതിഷേധങ്ങൾ അഴിച്ചുവിടുകയാണ്. ഇതിന്റെ ലേറ്റസ്റ്റ് വേർഷനാണ് കേരളത്തിൽ കോഴിക്കോട് അടക്കം ഇന്ത്യയിലെ വിവിധ ഇടങ്ങളിൽ ടാറ്റ സ്റ്റുഡിയോ സംരംഭങ്ങൾക്കെതിരെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കോലാഹലങ്ങളും പ്രതിഷേധങ്ങളും. ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായ സംരംഭമായിരുന്നെങ്കിലും അതിന് സമാന്തരമായി ശക്തമായ മാനുഷികതയും ചാരിറ്റി പ്രവർത്തനങ്ങളും മുൻപോട്ട് കൊണ്ടുപോയിട്ടുള്ളവരാണ് ടാറ്റ ഗ്രൂപ്പ്. എന്ത് വിവരങ്ങളുടെ മാനദണ്ഡത്തിലാണ് അവർക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണവുമായി വോക്കിസ്റ്റുകൾ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്? ഗാസയിലെ ഇസ്രായേൽ സൈനിക നടപടികളുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് കഴിഞ്ഞ മാസം അവസാനം മുതലാണ് ടാറ്റയുടെ ഫാഷൻ റീറ്റെയിൽ ഔട്ട്ലെറ്റായ സ്റ്റുഡിയോയ്ക്ക് പുറത്ത് ജമായത്ത് ഇസ്ലാമി ബന്ധമുള്ള ഇസ്ലാമിക സംഘടനകൾ പ്രതിഷേധ കോലാഹലങ്ങൾ തുടങ്ങിയത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഡൽഹി, പൂനെ, മുംബൈ, പാറ്റ്ന, വിശാഖപട്ടണം, ചണ്ഡീഗഡ്, റോഹ്തക്, വിജയവാഡ, കാലിക്കറ്റ് തുടങ്ങിയ നഗരങ്ങളിലും സമാനമായ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇവർ ടാറ്റ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചാണ് പ്രകടനം നടത്തിയത്. സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ കോഴിക്കോട് നടത്തിയ പ്രകടനം ഇന്ത്യൻ പീപ്പിൾ ഇൻ സോളിഡാരിറ്റി വിത്ത് പാലസ്തീൻ പിതൃത്വം നൽകുന്ന ഏകോപിത ദേശീയ ക്യാമ്പയിന്റെ തുടർച്ചയായിട്ടായിരുന്നു. ഇവർ തന്നെയാണ് ഏതാനും ദിവസങ്ങൾക്കപ്പുറത്ത് വഖഫ് ബില്ലിന്റെ പേരിൽ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് കരിപ്പൂർ വിമാനത്താവള പരിസരത്ത് അന്തർദേശീയ തീവ്രവാദികളെ എഴുന്നള്ളിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയത്. ഇതെല്ലാം ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ പുറമേ കാട്ടുന്ന പ്രതിഷേധത്തിന്റെയും ബഹിഷ്കരണത്തിന്റെയും വിളികൾക്കപ്പുറത്ത് മറ്റൊരു അജണ്ട ഇവർക്കുണ്ടെന്ന കാര്യം ഊട്ടിയുറപ്പിക്കപ്പെടുകയാണ്. ഈ വിഷയങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് ഷെക്കൈന TV നടത്തിയ ചർച്ചയിൽ സാമൂഹ്യ നിരീക്ഷകനായ ഫാദർ സബിൻ തൂമുള്ളിൽ അതേക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അതിന്റെ നിഗൂഢതകളെ പൊളിച്ചെടുക്കുന്നതായിരുന്നു. അത് ഏവരും ശ്രദ്ധിച്ച് കേൾക്കേണ്ടത് തന്നെയാണ്. കാലങ്ങളായി ആഗോളതലത്തിൽ ഇസ്ലാമിക തീവ്ര വിഭാഗങ്ങൾ കൈക്കൊള്ളുന്ന ഇരവാദത്തിലൂന്നിയ ഒരു സമീപനമാണ്. ഇതൊരു ഇരവാദമാണ്. എന്തിനാണ് ഇവർ ഇരവാദം മുഴക്കുന്നത്? ഇരവാദം മുഴക്കിക്കൊണ്ട് ഇവിടെ ഒരു ബോധപൂർവമായിട്ടുള്ള വിഭജനം സൃഷ്ടിക്കാൻ ഈ പ്രത്യേകമായിട്ടുള്ള ഈ കൂട്ടർ ഇത് പരിശ്രമിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാം സമൂഹത്തിലെ ദേശീയത ബോധമുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇസ്ലാമിക ലോകം എന്നും വ്യതിരക്തമായിട്ടും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നു. അത് രാഷ്ട്രീയമായിക്കൊള്ളട്ടെ, സാമൂഹികമായിക്കൊള്ളട്ടെ, മതപരമായിക്കൊള്ളട്ടെ, ഏതൊരു മേഖലയിലും അവർക്ക് അതിൽ മാത്രമേ നിലനിൽപ്പുള്ളൂ എന്ന് അവർ ചിന്തിക്കുകയാണ്. ഞാൻ പറയുന്നത് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ജമായത്ത് ഇസ്ലാമിയുടെ ഈ ഒരു വിദ്യാർത്ഥി സംഘടന ഇപ്പോൾ ഈ ടാറ്റ പോലെയുള്ള സംവിധാനങ്ങളെ ബഹിഷ്കരിക്കണം എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ ഈ നാട്ടിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സാമൂഹിക സൗഹൃദ അന്തരീക്ഷത്തെ വീണ്ടും ഒന്നുകൂടി കലുഷിതമാക്കിക്കൊണ്ട് അതിലൂടെ മുതലെടുപ്പ് നടത്താനുള്ള ഒരു ശ്രമം ബോധപൂർവമായിട്ട് നടക്കുന്നു എന്നുള്ളത് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അവർക്കെന്നും ഇവിടെയുള്ള മതവിഭാഗങ്ങളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കണം എന്നുള്ളതാണ് ലക്ഷ്യം. അതിന്റെ പിൻതലമുറക്കാരായി ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ നിഗൂഢ അജണ്ടയുടെ പിൻതലമുറക്കാരായിട്ടാണ് ഈ SIO പോലെയുള്ള സംവിധാനങ്ങൾ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അപകടകരമാണ്. പഹൽഗാമിൽ ഭീകരന്മാർ 26 ഇന്ത്യക്കാരുടെ ജീവനെടുത്ത അതിഭയങ്കരമായ ഒരു ഭീകരാക്രമണം ഇന്ത്യയിൽ നടന്നപ്പോൾ തങ്ങളുടെ മാധ്യമ സൗകര്യങ്ങൾ ഉപയോഗിച്ച് അതിനെതിരെ ഒന്ന് പ്രതിഷേധിക്കാൻ മെനക്കെടാത്തവരാണ് ഇപ്പോൾ ഈ കൂട്ടക്കുരുതിയുടെ കഥ പറഞ്ഞ് വലിയ ഓളമുണ്ടാക്കുന്നത്. പാകിസ്ഥാന്റെ ചോരക്കൊതിക്ക് കണക്ക് പറഞ്ഞ് മറുപടി കൊടുത്തത് ഇന്ത്യയുടെ കരുത്തും ഇന്ത്യൻ ജനതയുടെ പ്രാർത്ഥനയും. എന്നാൽ തുർക്കിയുടെയും അസർബൈജാന്റെയും ചൈനയുടെയും പിന്തുണയോടെ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലും സമൂഹത്തിന്റെ നടുവിലും പ്രതിഷേധിക്കുന്ന ആരെയും രംഗത്ത് കാണുകയോ പാക് അനുബന്ധ വസ്തുക്കൾ ബഹിഷ്കരിക്കണമെന്ന് പറയുകയോ ചെയ്തില്ല.
മതം 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 ഇതൊന്ന് മാത്രമാണ് ജമാഅത്ത് ഇസ്ലാമിയുടെയും പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെയും സാമൂഹികവും രാഷ്ട്രീയവും മാധ്യമപരവും അങ്ങനെ എല്ലാത്തരം പൊതു ഇടപെടലുകളുടെയും മാനദണ്ഡം. അല്ലെങ്കിൽ 2015 മുതൽ തുടരുന്ന സൗദി യമൻ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന നിരപരാധികളെ എന്താണ് ഇവർ കാണാതെ പോകുന്നത്? ഹൂത്തികൾ അടിയിരന്ന് മേടിക്കുന്ന തരം തല്ലുകൊള്ളികളാണെന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ യമനിൽ മരിച്ചു വീണ സാധാരണക്കാരായ മുസ്ലിമുകൾക്ക് പാലസ്തീനിലെ സാധാരണക്കാർക്കുള്ള പ്രിവിലേജുകൾ ഒന്നുമില്ലേ വോക്കിസ്റ്റ് പ്രതിഷേധക്കാരെ? ഇത് അങ്ങേയറ്റം അപഹാസ്യം തന്നെയാണ്. മെഡിറ്ററേനിയൻ കടലിൽ മീൻ പിടിക്കുന്ന മുക്കുവന്മാരുടെ വലയിൽ മനുഷ്യരുടെ ശവശരീരങ്ങൾ കുടുങ്ങുന്നത് തുടർക്കഥയായിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ അന്തർദേശീയ മാധ്യമങ്ങൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആരുടെ ശവശരീരങ്ങളാണെന്ന് നിശ്ചയമില്ലെങ്കിലും ലോകം ഒരിക്കലും മറക്കാത്ത കാഴ്ചകളാണ് ബംഗ്ലാദേശിൽ നിന്നും പ്രാണരക്ഷാർത്ഥം ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാഷ്ട്രമായ ഇന്തോനേഷ്യയിലേക്ക് മരബോട്ടിൽ കയറി വന്ന റോഹിംഗ്യൻ അഭയാർത്ഥികളെ ഇന്തോനേഷ്യൻ തീരത്ത് കാൽ കുത്താൻ അനുവദിക്കാതെ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലിയോടിച്ച കാഴ്ചകൾ. പ്രതികൂല കാലാവസ്ഥയോട് പൊരുത്തപ്പെടാനാകാതെ ജക്കാർത്തയിലെ കടൽ തീരത്ത് മരിച്ചു വീണ ഉറ്റവരുടെ അടുത്തിരുന്ന് പൊട്ടിക്കരയുന്ന റോഹിംഗ്യകളെ കരുണയുടെ കണിക പോലുമില്ലാതെ കയ്യിൽ കിട്ടിയതെല്ലാം എടുത്ത് തല്ലിയോടിച്ച ഇന്തോനേഷ്യൻ കാബാലികർക്കെതിരെ എന്താണ് നിങ്ങളാരും പ്രതിഷേധിക്കാതിരുന്നത്? ചൈനയിൽ ഉയ്ഗൂർ മുസ്ലിമുകൾ ചൈനീസ് മേൽക്കോയ്മയിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ അത് കാണാതെ മിണ്ടാതെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ഈ സമൂഹത്തോട് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. റഷ്യ ഉക്രൈനിലെ നിരപരാധികളെ കൊല്ലുമ്പോഴോ സൗദിയും യമനും തമ്മിൽ ഏറ്റുമുട്ടുമ്പോഴോ നൈജീരിയയിൽ ബോക്കോ ഹറാം തീവ്രവാദികളാൽ ക്രൈസ്തവ കുടുംബങ്ങളും കുട്ടികളും കൂട്ടക്കുരുതിക്കിരയാകുമ്പോഴോ ഒന്നും ഇരകൾക്ക് വേണ്ടി പ്രതിഷേധിക്കാതെയും ബോയ്ക്കോട്ട് പ്രഖ്യാപിക്കാതെയും ഇവർ നിഷ്ക്രിയരാകുന്നത് മതം എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ്. ഒരു ഭാഗത്ത് ചിലരുടെ തിന്മകളെ മറച്ചു പിടിക്കാൻ മൗനം പാലിക്കുന്ന ഇവർ മറുഭാഗത്തെ ഇരകൾ അവരുടെ മതമല്ലാത്തത് കൊണ്ട് മൗനം പാലിക്കുന്നു. വേട്ടക്കാരെന്ന് ഇവർ കരുതപ്പെടുന്നവർ മറ്റ് മതസ്ഥരായാൽ പ്രതിഷേധങ്ങൾ കൊണ്ടാടുകയാണ്. ഇതേക്കുറിച്ച് സാമൂഹ്യ നിരീക്ഷകനായ അമൽ സിറിയക് ഷെക്കൈന ചർച്ചയിൽ പറഞ്ഞത് കേൾക്കൂ. ഇസ്ലാം ഭൂരിപക്ഷ പ്രദേശങ്ങളിലൊക്കെ ക്രൈസ്തവർ കൊല്ലപ്പെടുമ്പോഴും ഇവരെല്ലാം തന്നെ മൗനം പാലിക്കും. അതേസമയം യഹൂദർ കൊല്ലപ്പെടുമ്പോഴും ഇവർ മൗനം പാലിക്കും. ഇനി ഒരു എന്താ പറയുന്നത്, ഒരു ഇസ്ലാമിന്റെ അധിനിവേശം അല്ലാതെ മറ്റൊരു അധിനിവേശം യഹൂദർക്ക് മേൽ ഉണ്ടായാൽ പോലും അവര് കൂടെ നിൽക്കുക ആ യഹൂദർക്കെതിരെ നിൽക്കുന്നവരോടൊപ്പം ആയിരിക്കും. ഒരു യഹൂദൻ കൊല്ലപ്പെട്ടാലും അവർ പറയാനായിട്ട് പോകുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വർഷങ്ങൾക്ക് മുമ്പ് കുറെ യഹൂദർ ഞങ്ങളെ കൊല്ലപ്പെടുത്തിയപ്പോൾ ആരും സംസാരിച്ചില്ലല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾക്കെതിരെ ഇവർ വേട്ടയാടിയതായിരുന്നു, അതുകൊണ്ട് ഈ യഹൂദനെല്ലാം കൊല്ലപ്പെടണം എന്നൊരു വ്യാഖ്യാനമായിരിക്കും ഇവർ ഉണ്ടാക്കാനും സാധിക്കും. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, നൂറ്റാണ്ടുകളായിട്ട് തന്നെ ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ, എന്ത് പുതുമയില്ല. ആ പുതുമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പുതിയ സംഘടനകൾ, പുതിയ പുതിയ വ്യക്തികൾ, അവരുടെ വാക്കുകൾ, അത് മാത്രമാണ് പുതുമ. തത്വത്തിൽ ഈ നൂറ്റാണ്ടുകളായിട്ട് തന്നെ ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു കാര്യമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. ടാറ്റയ്ക്കെതിരെ ഇവര് പ്രഖ്യാപിതമായിട്ടുള്ള ചില പ്രതിഷേധ പരിപാടികൾ നടത്തുന്നു. അവിടെ ഇപ്പൊ അവർ നടത്തുന്നു പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡിയോ പോലെയുള്ള ചെറിയ നമ്മുടെ വസ്ത്രവ്യാപാര മേഖലയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതേസമയം തന്നെ ടാറ്റയ്ക്ക് ധാരാളം ശൃംഖലകളുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട ശൃംഖലയാണ് TCS, ടാറ്റ കൺസൾട്ടിംഗ് സർവീസ്. ഈ TCS ആണ് ഈ എക്സാം സെന്റേഴ്സ് പലതും നടത്തുന്നത്. അതോടൊപ്പം തന്നെ പല ഓൺലൈൻ വെരിഫിക്കേഷൻ സിസ്റ്റംസ് അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടുള്ള പല കാര്യങ്ങളും എല്ലാം തന്നെ ഈ TCSന്റെ മുഖാന്തരമാണ് നടക്കുക. പാസ്പോർട്ട് വെരിഫിക്കേഷൻ വരെ നടത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ പാസ്പോർട്ടിന് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നില്ല, TCS നടത്തുന്ന പരീക്ഷാ സെന്ററിൽ ഞങ്ങൾ പോയി പരീക്ഷ എഴുതുന്നില്ല, അങ്ങനെയൊക്കെ നിലപാടുകൾ ഇവർക്ക് എടുക്കാനായിട്ടുള്ള ധൈര്യം ഉണ്ടാവുമോ? ടാറ്റയോ സ്റ്റുഡിയോയോ ഒന്നുമല്ല ഇവരുടെ ലക്ഷ്യമെന്ന കാര്യം സാധാരണക്കാർക്ക് അത്ര വ്യക്തമല്ല. പക്ഷേ ഈ സത്യം പറയാൻ ഇവിടെ മാധ്യമങ്ങൾക്കൊന്നും ധൈര്യവുമില്ല. ഹമാസ് അടക്കമുള്ള അണ്ടകടാഹ ഭീകര സംഘത്തെ തീവ്രവാദികൾ എന്നുപോലും വിളിക്കാൻ നട്ടെല്ലുറപ്പില്ലാത്ത മാധ്യമങ്ങൾ മുഖ്യധാര ഭരിക്കുമ്പോൾ അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ അത്ഭുതപ്പെട്ടാൽ മതിയല്ലോ. മാധ്യമങ്ങളുടെ ഈ പരിതാപഗതിയുടെ കാരണങ്ങളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഷെക്കൈന ചർച്ചയിൽ പങ്കെടുത്ത മാധ്യമ പ്രവർത്തകൻ ജോൺസൺ കൊച്ചുപറമ്പൻ പറഞ്ഞ കാര്യങ്ങൾ കൂടെ ഒന്ന് കേൾക്കും. മാധ്യമങ്ങളുടെ ധർമ്മം എന്നും സത്യത്തോടൊപ്പം നിൽക്കുക, രാജ്യത്തോടൊപ്പം നിൽക്കുക, ജനതയോടൊപ്പം നിൽക്കുക, ജനതയുടെ സ്വരമായി നിലകൊള്ളുക എന്നിവയൊക്കെയാണ് മാധ്യമങ്ങളുടെ ധർമ്മം. നമ്മൾ നിഷ്പക്ഷമായി, ഇന്ന് കേരളത്തിലെ മാത്രം മാധ്യമങ്ങളെ എടുത്തു നോക്കും, നിഷ്പക്ഷമായി ചിന്തിച്ചാൽ നമുക്ക് പറയാൻ കഴിയും, മാധ്യമങ്ങളുടെ നാവ് കെട്ടപ്പെട്ടിരിക്കും. പല മാധ്യമങ്ങളും നമ്മൾ അതിന്റെ മുഖചിത്രം മാത്രമേ കാണുന്നു, അതിന്റെ മാനേജ്മെന്റിനെ മാത്രമേ നമ്മൾ കാണുന്നു. നമ്മൾ പറയാതെ ഇന്നവരുടെ പത്രമാണ്, ഇന്നവരുടെ മീഡിയയാണ് എന്നൊക്കെ പറയും. പക്ഷേ
അതിൻ്റെ മുഴുവൻ ഫണ്ടിങ്ങുകളടക്കം നൽകിക്കൊണ്ട് മാധ്യമങ്ങളെ വരുതിയിലാക്കിയിരിക്കുന്ന ഒരു വലിയ കോക്കസ് ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സത്യം പറയാതിരിക്കുകയും അസത്യത്തെ സത്യമാണെന്ന രീതിയിൽ പറയുകയും ചെയ്യുന്ന രീതിയിലേക്ക് മാധ്യമങ്ങൾ മാറിക്കഴിഞ്ഞു. വസ്തുനിഷ്ഠമായ തെളിവുകൾ നിരത്തിക്കൊണ്ടുള്ള ഈ വിശദീകരണങ്ങൾ തകർത്തു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും ടാറ്റയ്ക്കും സ്റ്റുഡിയോയ്ക്കും എതിരെയുള്ള പ്രതിഷേധത്തിന്റെ രത്നച്ചുരുക്കം ഇതുതന്നെയാണ്. ദേശ താല്പര്യത്തിനൊപ്പം എന്നും നിൽക്കുന്ന ഇന്ത്യൻ കമ്പനിയാണ് ടാറ്റ എന്നതിൽ ആർക്കും ഒരു സംശയവുമില്ല. ഒരു ജീവിതം കൊണ്ട് ആ കർമ്മവീതിയുടെ പ്രകാശം ചുരുങ്ങിയയാളാണ് ഇന്ത്യയുടെ പ്രിയപ്പെട്ട രത്തൻ ടാറ്റ. അദ്ദേഹം മരിച്ചെങ്കിലും ആ കമ്പനി കൈവരിച്ച് മുന്നേറുന്ന വളർച്ചയും വികാസവും ചിലരുടെ കച്ചവട ജിഹാദിന് വിലങ്ങുതടിയായി മാറിയതിന്റെ അമർഷവും കുശുമ്പും അസഹിഷ്ണുതയുമാണ് ഈ ബഹിഷ്കരണ കോമഡിയുടെ പിന്നിലെ പരമ യാഥാർത്ഥ്യം. ഇത് ഇന്ത്യയാണ് ബ്രോ. ഇവിടെ ആരെയും ഒന്നിനെയും ഫത്വ പുറപ്പെടുവിച്ച് ബഹിഷ്കരിച്ച് കളയാമെന്ന് വ്യാമോഹിക്കേണ്ട. അങ്ങനെ മറ്റുള്ളവർ തുടങ്ങിയാൽ എന്ത് സംഭവിക്കുമെന്നതിനെ കുറിച്ച് സെബിനച്ചൻ നൽകുന്ന മുന്നറിയിപ്പ് കൂടി കേട്ടാൽ ചിത്രം പൂർണ്ണമാകും. നിങ്ങളുടെ ഈ അഹങ്കാരം ഇവിടുത്തെ ക്രൈസ്തവ ഹൈന്ദവ സമൂഹങ്ങൾ അവരുടെ സ്വത്വബോധത്തെക്കുറിച്ച് കൂടുതൽ ഗൗരവത്തിൽ ചിന്തിച്ചുകൊണ്ട് അവരുടെ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ഈ അഹങ്കാരം അവസാനിക്കുമോ? എങ്കിൽ ഞങ്ങൾ ഇനി അങ്ങനെ അഹങ്കാരം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കടക്കേണ്ട ഗതികേട് ഞങ്ങൾക്കുണ്ട് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. അപകടകരമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് ഈ നാടിനെ കൊണ്ടുവന്ന് തള്ളിയിടരുത്. ഈ നാട്ടിൽ ഇവിടെയുള്ള എല്ലാ മതവിഭാഗങ്ങളും സമാധാനത്തോടെയും സന്തുഷ്ടിയോടെയും കഴിഞ്ഞു പോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ഈ തീവ്ര നിലപാടുകളെ ഞങ്ങൾ പാടെ അവഗണിച്ച് തള്ളിക്കളയുന്നത്. മറിച്ച് ഞങ്ങൾക്ക് വിവരമില്ലാത്തത് കൊണ്ടല്ല. ഈ നാടിന് വിദ്യാഭ്യാസവും നൽകി ഈ നാടിനൊരു സംസ്കാരവും രൂപീകരിച്ച ക്രൈസ്തവ സമൂഹത്തിന് പ്രത്യേകിച്ച് നിങ്ങൾ നടക്കുന്ന ഈ ഇരട്ടത്താപ്പ് പ്രവണതകളിൽ ഞങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല എന്ന് ദയവ് ചെയ്തിട്ട് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ആളുകൾ വിചാരിക്കരുത്. ഞങ്ങളും വിചാരിച്ചു കഴിഞ്ഞാൽ ചിലതൊക്കെ നടക്കും. പക്ഷെ ഞങ്ങൾ അത് ചെയ്യാത്തത് ഞങ്ങൾക്കൊരു ദേശീയ ബോധമുള്ളത് കൊണ്ടാണ്. ഈ രാഷ്ട്രത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതേതര മൂല്യങ്ങളോട് ഞങ്ങൾ വലിയ ബഹുമാന ആദരവ് പുലർത്തുന്നതുകൊണ്ടാണ്. ന്യൂസ് ക്യാൻ സമാപിക്കുന്നു. നന്ദി.